ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യക്തി ശുചിത്വം പാലിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അവർ നിലത്ത് കിടക്കുന്ന സാധനങ്ങൾ എടുത്ത് വായിലിടുന്നു, നഖം കടിക്കുന്നു, അവർ കൈകൾ വായിലിടുന്നു, ഞൊണയുന്നു, മണ്ണ് വരുന്നു, പുറത്തിറങ്ങി കളിക്കുന്നു. അപ്പം അവർ ചെരുപ്പില്ലാതെ നടക്കുകയൊക്കെ ചെയ്യുന്നു, ചെളിവെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള അന്തരീക്ഷത്തിൽ കളിച്ചു വളരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലോട്ട് പലതരത്തിലുള്ള വിരകൾ എത്തുകയും ഈ വിരകളുടെ ശല്യത്തെ തുടർന്ന് കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള അസുഖങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ചിലർക്ക് അസഹനീയമായ വയറുവേദന, വയറുവീർമത, ഛർദി, ക്ഷീണം, തളർച്ച. ചില കുഞ്ഞുങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഈ വിര പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും മുട്ടയിട്ട് അവിടെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതിനെ തുടർന്ന് ചൊറിച്ചിലും അസഹനീയമായ കരച്ചിലും കാണിക്കുന്നു. പെൺകുട്ടികളിൽ ഈ വിര യോനിമുഖത്തേക്ക് വരികയും യോനിമുഖത്തിൽ കുത്തുകയും മൂത്രനാളികളിൽ ഇറിറ്റേഷൻ വരുത്തുകയും ചെയ്യുന്നതിനെ തുടർന്ന് വേദനയും കരച്ചിലും അസ്വസ്ഥതയും കാണിക്കുന്നു. വിരകൾ വൻകുടലിലാണ് താമസിക്കുന്നത്. വൻകുടലിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇത് നീർക്കെട്ടുണ്ടാക്കുകയും രക്തസ്രാവം ഉണ്ടാക്കുന്നതിനെ തുടർന്ന് ഈ രക്തം പൊടിയുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് രക്തം നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് വിളർച്ചയും ക്ഷീണവും തളർച്ചയും വരുന്നു. കുഞ്ഞുങ്ങളുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദഹന പ്രക്രിയ ഈ വിരകളുടെ പ്രവർത്തനം കൊണ്ട് നടക്കാത്തതിനെ തുടർന്ന് നോർമൽ ആയിട്ടുള്ള ഭക്ഷണം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കുറയുന്നതിനെ തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് മാൽ ന്യൂട്രീഷൻ വരാനായിട്ടുള്ള സാധ്യതയും ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുന്നു.